Good morning, all of you. Once again, welcome back to our social science class. Okay. Last class we have discussed how to prepare the history of our school. നമുക്കറിയാം അല്ലേ, എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ചരിത്രം പ്രിപ്പയർ ചെയ്യുക എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. From different sources we can collect informations like from written documents and we can collect some information orally from different sources like orally from different sources like from alumni, from former teachers, from PTA representatives, etc., and from written documents like the plaque, the admission register, the students for registers, former registers, from the name board of the school, and so on. We can prepare the history of our school. Let's our school, we can prepare the history of our family, each family, village, and our country, etc. As ഓരോ സംഗതികൾക്കും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്, നമ്മുടെ പ്രദേശത്തിനൊരു ചരിത്രമുണ്ട്, നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ താലൂക്കിന്, നമ്മുടെ ജില്ലക്ക് ഒക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ജില്ല ഉണ്ടായത്, അവിടെ നടന്ന സമര സംഭവങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ രാജ്യം ഇന്ന് ഒരു സ്വതന്ത്ര ഭാരതമായി നിലകൊള്ളുന്നു, അതെങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടത്, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലേ. And we get information on the food habits, dress, dwelling places, occupation and administrative system of different ages through historical inquiry. We get information on the food habits, dress, dwelling places, occupation and administrative system of different ages through historical inquiry. അല്ലേ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന പല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചും അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ചും അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും അവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ചും അവരുടെ കാർഷിക വൃത്തിയെക്കുറിച്ചും ഒക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് ഹിസ്റ്റോറിക്കൽ എൻക്വയറിയിലൂടെയാണ് അല്ലേ. എങ്ങനെയാണ്, ഏതിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്? ഡിഫറെൻ്റ് പീരീഡ്സിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ത്രൂ ഹിസ്റ്റോറിക്കൽ എൻക്വയറി. ആൻഡ് ഈ ഒരു എൻക്വയറി അല്ലെങ്കിൽ ഇത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താ? ദി ഇൻഫർമേഷൻ ഹെൽപ്സ് us to recognize the gradual development that human beings attain through different periods of history. അല്ലേ, ഹിസ്റ്ററിയിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ എന്താ പറയുക, ദി ഇൻഫർമേഷൻ ഹെൽപ്സ് us to recognize the gradual development that human beings attained through different periods of history. The information helps us to recognize the gradual development that human beings attained through different periods of history. മനുഷ്യരാശി ഇന്ന് നേടിയെടുത്ത ഈ പറയുന്ന വികസനങ്ങളെയൊക്കെ ഉണ്ടാകുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ, വ്യത്യസ്ത പീരീഡ്സിലൂടെ, ചരിത്രത്തിൻ്റെ വ്യത്യസ്ത പീരീഡ്സിലൂടെ കടന്ന് വന്നപ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ വാട്ട്സ് ഹിസ്റ്ററി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്യാം? വാട്ട്സ് ഹിസ്റ്ററി എന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഡിഫൈൻ ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഹിസ്റ്ററി. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് that human beings acquired down the ages.
ഒന്നും കൂടി എന്താണ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു ചരിത്രരേഖ ഉണ്ടാക്കുന്നു. അപ്പോൾ സ്കൂളിൻ്റെ ചരിത്രരേഖ ഉണ്ടാക്കുന്നു. ആ സ്കൂളിൻ്റെ ചരിത്രരേഖ ഉണ്ടാക്കാൻ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അത് വെച്ച് നമുക്ക് രേഖ ഉണ്ടാക്കാൻ പല സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ചുരുക്കി ഇൻ ഷോർട്ട് വാട്ട്സ് ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എന്ത് പറയാം? ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ്സ്. എന്തിൻ്റെ റെക്കോർഡ്? റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ്. ഒരു വികസന അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രോഗ്രസ്, ഡെവലപ്മെൻറ്റ് അല്ലേ, ഒരു വികസനത്തിൻ്റെ ഒരു റെക്കോർഡാണ് ഏതാ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇങ്ങനെ പടിപടിയായി ഒന്നിൽ നിന്ന് മെച്ചപ്പെട്ട് വന്നതിൻ്റെ ഒരു റെക്കോർഡ് അല്ലേ. ആദിമ മനുഷ്യൻ പിന്നെ കിഴങ്ങുകളും കൈകനികളും ഭക്ഷിച്ച് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ജീവിച്ചു വന്നു എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് അതിൽ നിന്ന് മനുഷ്യൻ കൾട്ടിവേഷൻ ആരംഭിക്കുന്നു അല്ലേ. കൾട്ടിവേഷൻ ആരംഭിക്കുന്നതോടുകൂടി മനുഷ്യൻ ചില പ്രത്യേക പ്രദേശങ്ങളിൽ സെറ്റിൽ ചെയ്ത് എന്ത് ചെയ്യുന്നു? കൾട്ടിവേഷൻ നടത്തുന്നു, കൃഷി നടത്തുന്നു അല്ലേ. എന്നിട്ട് മനുഷ്യൻ്റെ ടെക്നോളജി അങ്ങനെ വികസിക്കുന്നു, പല നേട്ടങ്ങളും വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകുന്നു അല്ലേ. എല്ലാ മേഖലകളും ഉണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റെക്കോർഡാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് പറയാം? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ്. എന്താണ് ആ പ്രോഗ്രസ്? ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. കാലങ്ങളായി മനുഷ്യരാശി നേടിയെടുത്ത ഈ മെച്ചപ്പെടലിൻ്റെ ഒരു ആകത്തുക അല്ലെങ്കിൽ റെക്കോർഡ്, അതിനെ ശേഖരിച്ചു വെക്കുന്നതിനെയാണ് എന്ത് പറയാം? ഹിസ്റ്ററി എന്ന് പറയാം. എന്താണ് ഹിസ്റ്ററി? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എ റോഡ് ടു ഹിസ്റ്ററി ആണ് അല്ലേ. എ റോഡ് ടു ഹിസ്റ്ററി, എ വേ ടു ഹിസ്റ്ററി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് പഠിക്കണം? വാട്ട്സ് ഹിസ്റ്ററി എന്ന് പഠിക്കണം. വാട്ട് ഈസ് ഹിസ്റ്ററി? അതൊരു വി ക്യാൻ ഡിഫൈൻ ഇൻ എ സിംഗിൾ സെൻറ്റൻസ്. ഇൻ ഷോർട്ട്, ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് അല്ലേ. ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ്. എങ്ങനെയാണ് അതുണ്ടാകുന്നത്? ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. കാലങ്ങളായി മനുഷ്യൻ ആർജിച്ചെടുത്ത ആ പ്രോഗ്രസിൻ്റെ റെക്കോർഡാണ്, ശേഖരണമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റിലാണത് അല്ലേ. കഴിഞ്ഞുപോയ സംഭവങ്ങൾ വ്യത്യസ്ത പീരീഡുകളിൽ, വ്യത്യസ്ത ഏജുകളിൽ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യനിങ്ങനെ ആർജിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ആർജിച്ചെടുത്തു അല്ലേ. പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ. നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. പഴയ കാലത്ത് ഉണ്ടായിരുന്ന സൗകര്യങ്ങളും അല്ലേ നമുക്കൊക്കെ അറിയാം. അങ്ങനെ പല സംഗതികളും ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നടന്നു പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം പല വാഹനങ്ങൾ ഉപയോഗിച്ചു. അതിനുശേഷം ഈ പറയുന്ന കപ്പൽ മുഖാന്തരം ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു. ഇപ്പോൾ വളരെ ഈസിയാണ് അല്ലേ. അതൊക്കെ എന്നൊക്കെ കാലം ഇങ്ങനെ പ്രോഗ്രസ് ഇങ്ങനെ ഉണ്ടായി വരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. ദ റെക്കോർഡ് ദാറ്റ് ഹിസ്റ്ററി ഈസ് ദി റെക്കോർഡ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈസ് ദി റെക്കോർഡ് ഓഫ് പ്രോഗ്രസ് അല്ലേ. മെച്ചപ്പെടലുകൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എങ്ങനെ? ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദി ഏജസ്. കാലങ്ങളായി മനുഷ്യൻ നേടിയെടുത്ത ആ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇന്ന് ഹിസ്റ്ററിയെ തന്നെ നമുക്ക് ഹിസ്റ്ററിയുടെ പീരീഡിനെ ആ ഹിസ്റ്റോറി അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമെന്നും രേഖപ്പെടുത്തി വെക്കുന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടമെന്നുമായി രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രീ ഹിസ്റ്റോറിക് പീരീഡ്.
പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ആൻഡ് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു സ്കൂളിൻ്റെ ഹിസ്റ്ററി തയ്യാറാക്കിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു? മെയിൻലി വി വർ യൂസ്ഡ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ടു പ്രിപ്പയർ ഹിസ്റ്ററി, അല്ലേ? റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഓൾസോ ദി സം ഡോക്യുമെൻറ്റ്സ് ഓറലി ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. അത് നമ്മൾ തയ്യാറാക്കിയിരുന്നു, അല്ലേ? ഏതൊക്കെയായിരുന്നു? ദി പ്രീ ഹിസ്റ്ററി പീരീഡ് എന്ന് പറയുമ്പോൾ ആ പ്രീ ഹിസ്റ്ററി പീരീഡിൽ എന്തുകൊണ്ടാണ് പ്രീ ഹിസ്റ്ററി പീരീഡ് എന്ന് പറയുന്നത്? ഹിസ്റ്റോറിക് പീരീഡിനെ അങ്ങനെ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാൻ കാരണം എന്താണ്? വളരെ സിമ്പിളാണ്, അല്ലേ? നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഹിസ്റ്ററി തയ്യാറാക്കിയ സമയത്ത് വി ഹാവ് മെയിൻലി യൂസ്ഡ് ദി റിട്ടൺ ഡോക്യുമെന്റ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ടു പ്രിപ്പയർ ദി ഹിസ്റ്ററി ഓഫ് അവർ സ്കൂൾ ആൻഡ് വാട്ട് സോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ ഔട്ട് ഇൻഫർമേഷൻ ഓൺ ഹ്യൂമൻ ലൈഫ് ദാറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദി ബിഗിനിങ് ഓഫ് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ്. എന്തായിരിക്കും? ബിഫോർ ബിഗിനിങ് ഓഫ് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ എഴുത്തുകല, അല്ലേ? എഴുത്തുകല ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലിപി, അല്ലേ? ആ എഴുത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഒരു കാലഘട്ടം, എഴുത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടം, ചുരുക്കി പറഞ്ഞാൽ ഈ എഴുത്ത്, ആർട്ട് ഓഫ് റൈറ്റിങ്ങിന് മുമ്പ് ഉള്ള കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തയ്യാറാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ആർട്ട് ഓഫ് റൈറ്റിങ്ങിൻ്റെ മുമ്പുള്ള കാലഘട്ടം, prehistoric period. The remains of the material that human beings of those ages made and used helped to construct knowledge on those period. A few such objects can be found in the pictures given in your textbook. അല്ലേ? അങ്ങനെയുള്ള ആ കാലഘട്ടത്തെ, ആ പീരീഡിനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? സം സ്റ്റോൺ ടൂൾസ് യൂസ്ഡ് ഡ്യൂറിങ് ദി പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, സം സ്റ്റോൺസ് ആൻഡ് ഓൾസോ സം cave paintings ആൻഡ് ബിംബേദ്ക ഇൻ മധ്യപ്രദേശ്, അല്ലേ? അവിടെയുള്ള ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ചില ചിത്രങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കല്ലുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില ഉപകരണങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററി തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഈ ആർട്ട് ഓഫ് റൈറ്റിങ്ങിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് എന്ത് പറയാം? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാം. എന്താണ്? ദി പീരീഡ് ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. വാട്ട്സ് prehistoric period? Prehistoric period is the period before the formation of the art of writing. The period before the formation of art of writing is known as prehistoric period. ചുരുക്കി പറഞ്ഞാൽ ചരിത്രാതീത കാലഘട്ടം, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നറിയപ്പെടുന്ന കാലഘട്ടം എന്താണ്? എഴുത്ത് നമ്മൾ സാധാരണ എഴുതുന്ന ആ കല, അല്ലേ? എഴുത്ത് വിദ്യ കണ്ടെത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അല്ലെങ്കിൽ ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിലെ വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ലൈക്ക് ദി ടൂൾസ് ദേ യൂസ്ഡ്, ദി പീപ്പിൾ, ദി ആൻഷ്യന്റ് പീപ്പിൾ യൂസ്ഡ്, ഓർ ദിസ് പീരിയഡ് പീപ്പിൾ യൂസ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ഉപയോഗിച്ച സാധന സാമഗ്രികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒക്കെ എന്ത് ചെയ്യും? ശാസ്ത്രീയമായ കണ്ടെത്തലുകളിലൂടെ, അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കി എഴുതുന്നതിലൂടെ, തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ പീരീഡിനെ നമുക്ക് മാത്രം നമുക്ക് എന്ത് പറയാം? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാം. വാട്ട്സ് prehistoric period? Prehistoric period is the period that before the formation of art of writing. The period before the formation of art of writing is known as prehistoric period. Then ഹിസ്റ്റോറിക് പീരീഡ്. അപ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഹിസ്റ്റോറിക് പീരീഡ്? ദി പീരീഡ് ആഫ്റ്റർ ദി ബിഗിനിങ് ഓഫ്
ആർട്ട് ഓഫ് റൈറ്റിംഗ് അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ദ പീരിയഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ദ ഹിസ്റ്റോറിക് പീരിയഡ് അല്ലേ? ഓർ ദി സോഴ്സസ് പ്രൊവൈഡ് റിട്ടൺ ഇൻഫർമേഷൻ ആൻഡ് ദേ ഹെൽപ് ടു റെക്കോർഡ് ഹിസ്റ്ററി അലോങ് വിത്ത് ദി സോഴ്സ് ഫ്രം ദി പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ആൻഡ് ദി പീരിയഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ദി ഹിസ്റ്റോറിക് പീരിയഡ് അല്ലേ? എഴുതി വെക്കപ്പെട്ട കാലഘട്ടം മുതലുള്ള പീരീഡിനെ നമുക്ക് എന്ത് പറയാം? ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാം. എഴുത്ത് വിദ്യ വരുന്നതിന് മുമ്പുള്ള പീരീഡിനെ എന്ത് പറയാം? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഹിസ്റ്റോറിക് പീരീഡിലെ ഡോക്യുമെൻറ്റ്സ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് അല്ലേ? അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? സം ബുക്സ്, ഏർലി കോയിൻസ്, പാം ലീവ്സ് അതായത് താളിയോലകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ദ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് അതായത് കല്ലുകൾ കൊത്തിവെച്ച് ശിലാലിഖിതങ്ങൾ എന്ന് പറയും. കല്ലുകളിൽ കൊത്തിവെക്കപ്പെട്ട രേഖകൾ, ശിലാലിഖിതങ്ങൾ, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, അതൊക്കെ എഴുത്ത് വിദ്യ കണ്ടെത്തിയതിന് ശേഷമുള്ള ചില എവിഡൻസുകളാണ്. അപ്പോൾ ആ എഴുത്ത് വിദ്യക്ക് ശേഷമുള്ള കാലഘട്ടത്തെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ എക്സാമ്പിൾസാണ് ഈ പറഞ്ഞ പാം ലീവ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ് എക്സെട്ര എക്സെട്ര അല്ലേ? അപ്പോൾ കാലഘട്ടത്തെ നമുക്ക് പൊതുവിൽ ജനറലി വി കൻ ക്ലാസിഫൈ ടു ടു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആൻഡ് ഹിസ്റ്റോറിക് പീരീഡ്. വാട്ട്സ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് is the period that before the formation of art of writing. Historic period with written records is known as historic period, or the formation of after the formation of the art of writing. അതാണ് ഹിസ്റ്റോറിക്. ദിസ് ഈസ് ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹിസ്റ്റോറിക് ആൻഡ് pre-historic period. Okay, clear? Okay, let's conclude today's class. Thank you.